ഇന്ന് നമ്മളൊരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മസാലകളെല്ലാം ഇതിനകത്ത് പുരട്ടി വെച്ചിരിക്കുകയാണ് ചിക്കനിൽ. പിന്നെ സവാള, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിനുശേഷം കടുക് പൊട്ടിക്കാനിട്ടിട്ടുണ്ട്. നേരത്തെ മസാലകൾ ഇട്ടൊന്നും വരില്ല. അതിൽ ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, സാൾട്ട് ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് അത് ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ കറിവേപ്പില എണ്ണയിൽ മറ്റിതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷമാണ് ഇടുന്നത്. ഇനി അതിനുശേഷം നമുക്ക് കുറച്ച് സവാളയും വെളുത്തുള്ളിയും ഒക്കെ മൂപ്പിക്കാൻ ആൾറെഡി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞതാണ്. അപ്പം നമുക്ക് ഈ സവാള, കൊച്ചുള്ളി കുറച്ച് കൂടുതൽ എടുക്കുമ്പോഴാണ് നമുക്കെപ്പോഴും ടേസ്റ്റ് കൂടുതൽ ചിക്കൻ റോസ്റ്റിൽ. അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് സാൾട്ട് ഇട്ടിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ മസാലകളുണ്ടല്ലോ, അതിപ്പോൾ ശരിക്കും നമ്മൾ പൊടി ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ചിക്കനിൽ ഒരു ഹാഫ് ആൻ അവർ നമ്മളത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സവാളയും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. അത് കുറച്ചൊക്കെ നല്ല അത്യാവശ്യമൊക്കെ വാടി ഫുള്ളൊന്ന് കംപ്ലീറ്റ് വാടണമെന്നില്ല കേട്ടോ. റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു മുക്കാൽ പരുവത്തിലേക്ക് അത് വാടി വന്നിട്ട് നമ്മൾ ഈ ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മളതിനകത്ത് വെള്ളം ഒട്ടും ചേർക്കാതാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളത്തിലാണ് അത് വെന്ത് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ടേസ്റ്റ് കൂടുതലാണ്. ഫുള്ള് നമ്മളിത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരെയും വെള്ളം ചേർക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കണക്കൊരു അലുമിനിയം ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കുറച്ചുകൂടെ ഒന്ന് ആവിയേറ്റിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് ചെയ്യുകയാണ്. ഇനി ഇത് ഒന്നും ഒരു പരുവാകുമ്പോഴത്തേക്കുമാണ് നമ്മളിതിലേക്ക് ഇപ്പോൾ തന്നെ ഫുൾ ആ അരപ്പൊക്കെ ഈ ചിക്കന് കംപ്ലീറ്റ് ആയിട്ട് പുരണ്ടിട്ടുണ്ട്. ഇനി നമ്മളതിനകത്തേക്ക് തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക. അത്യാവശ്യം ഒരു 2 തക്കാളിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു കോഴിയാണ്. ഏകദേശം 2 കിലോ ഉള്ള കോഴിയാണ്. അപ്പോൾ നമ്മൾ 2 തക്കാളി ഇടുന്നുണ്ട്. ഈ തക്കാളി ഒന്ന് വേവാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ സമയത്തേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.